വായുമലിനീകരണം രൂക്ഷമായതോടെ നിയന്ത്രണം കടുപ്പിച്ച് ഡൽഹി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. അജീഷ് ജയകുമാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ എന്താണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനം അജീഷ്? ഉന്മേഷ്, ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹി സർക്കാർ ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് തന്നെ 380-നും 400-നും ഒക്കെ മുകളിലാണ് ഈ വായു മലിനീകരണ തോത്, അതിന്റെ സൂചിക ഉള്ളത്. അതായത് ഗുരുതരം എന്ന വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള നിയന്ത്രണ നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്നാണ് ഈ വായു മലിനീകരണ സൂചിക ഉയർന്നു നിൽക്കുന്നതിന്റെ അത് വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്നാണ് നിലവിൽ ഗ്രാപ്പ് 4, അതായത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 4, അതിന്റെ നിയന്ത്രണങ്ങൾ കൂടി നിലവിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 50% പേർക്ക് വർക്ക് അറ്റ് ഹോം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 50% പേർക്ക് മാത്രമേ ഓഫീസുകൾക്ക് എത്താൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ. ഇതുവഴി വാഹന പെരുപ്പം കുറച്ച് മലിനീകരണം കുറയ്ക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഡൽഹി സർക്കാരിനുള്ളത്. കൂടാതെ തന്നെ ഇതെല്ലാം നിരീക്ഷിക്കണം, ഈ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ 2000 വരുന്ന വോളണ്ടിയേഴ്സുകളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലായി ഇത് മോണിറ്റർ ചെയ്യും, കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ ഇടപെടലുകളൊന്നും കൃത്യമായി നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ അത് ഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മലിനീകരണ തോത് ഇത്ര ഉയർന്നു നിൽക്കുന്നതിന്റെ അത് വ്യക്തമാക്കുന്നത്. ശരി അജീഷ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.